ഈ സീസണിൽ ഒരുപാട് വലിയ മാച്ചുകൾ നമ്മൾ തോറ്റു. AC മിലാനെതിരെ തോറ്റു, 2 എൽ ക്ലാസിക്കോകൾ തോറ്റു, അത്ലറ്റിക് ക്ലബിനെതിരെ തോറ്റു, ലിവർപൂളിനെതിരെ തോറ്റു. സോ തുടരെ വലിയ പരാജയങ്ങൾ. എന്താണ് ഇതിൻ്റെ റീസൺ? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള റീസൺ നമ്മുടെ ഫോർവേഡ്സാണ്. യൂറോപ്പിലെ ഏറ്റവും മികച്ച 4 കളിക്കാരാണ് നമ്മുടെ ഫോർവേഡ് ലൈനിലുള്ളത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രസ്സിങ്ങിൽ വളരെ മോശമാണ്. ഇതിൽ തന്നെ എസ്പെഷ്യലി കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ. ഇവർ കഴിഞ്ഞ മാച്ചിൻ്റെ ഫസ്റ്റ് മിനിറ്റ്സിൽ കുറച്ചൊക്കെ പ്രസ് ചെയ്തു എന്നുണ്ടെങ്കിലും പിന്നീട് ആ പ്രസ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നു. ഇതുകൊണ്ട് തന്നെ ബാഴ്സയുടെ മാർക്ക് കസാഡോക്ക് ഓൺ ദ ബോൾ ഒരുപാട് സമയം കിട്ടി എന്ന് മാത്രമല്ല പുള്ളിക്കാരൻ്റെ മുന്നിൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. സോ ബാഴ്സയുടെ മിഡ്ഫീൽഡിന് കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരുന്നു. നമ്മുടെ മിഡ്ഫീൽഡിന് ഒരുപാട് സ്പേസ് കവർ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമവിംഗയും വാൽവർഡയും ഭയങ്കര ഓവർ ബേർഡൻഡ് ആയിരുന്നു. എന്ന് മാത്രമല്ല നമ്മുടെ ഫുൾ ബാക്സ് നമുക്കറിയാം, മെൻഡിയും ലൂക്കാസ് വാസ്കസും വളരെ വീക്കാണ്. സോ അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ഈ ഒരു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. ഇതിനിടയിലൂടെ ഗാവിയുടെയും പെഡ്രിയുടെയും റൺസും കൂടി വന്ന സമയത്ത് മിഡ്ഫീൽഡിന് ഇത് തീരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. മിഡ്ഫീൽഡ് ടോട്ടൽ കൊളാപ്സായി. സോ അതാണ് ഇത്തരമൊരു മാസീവ് ലോസ് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം.